ദൈവത്തിന്റെ കയ്യൊപ്പ് എന്നറിയപ്പെടുന്ന പൂവ് ഏത്? സൂര്യകാന്തി, നിശാഗന്ധി, പാഷൻ ഫ്ലവർ, താമര. ദൈവത്തിന്റെ കയ്യൊപ്പ് എന്നറിയപ്പെടുന്ന പൂവ് പാഷൻ ഫ്ലവർ ആണ്. നീലരക്തം ഉള്ള ജീവി ഏത്? സ്രാവ്, നീരാളി, തിമിംഗലം, രാജഞണ്ട്. നീലരക്തം ഉള്ള ജീവിയാണ് രാജഞണ്ട്. ആനകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന വനം എവിടെയാണ്? ഹിമാലയം, ആമസോൺ, ആഫ്രിക്കൻ വനങ്ങൾ, സൈലന്റ് വാലി. ആനകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന വനം ആഫ്രിക്കൻ വനങ്ങളാണ്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ആൽപ്സ്, തിബറ്റൻ പീഠഭൂമി, പാമീർ പീഠഭൂമി, എവറസ്റ്റ്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ്. ഭൂമിയിലെ നരകം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്ഥലം? അന്റാർട്ടിക്ക, ഡെത്ത് വാലി, ഡാനിക്കിൽ ഡിപ്രഷൻ, സഹാറ മരുഭൂമി. ഡനാക്കിൽ ഡിപ്രഷനാണ് ശരിയായ ഉത്തരം. മണക്കുന്ന പണം എന്നറിയപ്പെടുന്ന കൃഷി? കാപ്പി, കുരുമുളക്, റബ്ബർ, ഏലം. മണക്കുന്ന പണം എന്നറിയപ്പെടുന്ന കൃഷിയാണ് റബ്ബർ. രാത്രിയിൽ സൂര്യൻ ഉദിക്കുന്ന നാട് ഏത്? ഐസ്ലാൻഡ്, ഫിൻലാൻഡ്, നോർവേ, ജപ്പാൻ. രാത്രിയിൽ സൂര്യൻ ഉദിക്കുന്ന നാട് നോർവേ ആണ്. ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശം? ഗാംഗ്ടോക്ക്, ഷിംല, കൗസാനി, മൂന്നാർ. ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശം കൗസാനിയാണ്. പറക്കുന്ന കുറുക്കൻ എന്നറിയപ്പെടുന്നത് ഏത് ജീവിയെയാണ്? അണ്ണാൻ, ഒരു തരം പക്ഷി, വലിയ വവ്വാൽ, വവ്വാൽ. പറക്കുന്ന കുറുക്കൻ എന്നറിയപ്പെടുന്നത് വലിയ വവ്വാലാണ്. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പെട്രോളിയം ആണ്. എന്നാൽ വെളുത്ത സ്വർണം ഏത്? പാൽ, പരുത്തി, പ്ലാറ്റിനം, വെള്ളി. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. ഇന്ത്യയുടെ സ്പിരിച്വൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന നഗരം ഏത്? പുരി, ഹരിദ്വാർ, ഋഷികേശ്, വാരണാസി. സ്പിരിച്വൽ ക്യാപിറ്റൽ വാരണാസിയാണ്. രക്തയോട്ടമില്ലാത്ത മനുഷ്യ ശരീരത്തിലെ ഭാഗം? മുടി, പല്ല്, കോർണിയ, നഖം. രക്തയോട്ടമില്ലാത്ത മനുഷ്യ ശരീരത്തിലെ ഭാഗമാണ് കോർണിയ. ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം? ക്യൂബ, ചൈന, ബ്രസീൽ, ഇന്ത്യ. ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം ക്യൂബയാണ്. വിശക്കുന്ന നദി എന്നറിയപ്പെടുന്നത് ഏത്? നർമ്മദ, കോസി, ബ്രഹ്മപുത്ര, ഗംഗ. വിശക്കുന്ന നദി എന്നറിയപ്പെടുന്നത് ഏത്? കോസിയാണ് ശരിയായ ഉത്തരം. ഇന്ത്യയുടെ മഞ്ഞ നഗരം എന്നറിയപ്പെടുന്നത്? ഉദയ്പൂർ, ജോധ്പൂർ, ജയ്സാൽമീർ, ജയ്പൂർ. ജയ്സാൽമീർ ആണ് ശരിയായ ഉത്തരം. കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? നീലത്തിമിംഗലം, പവിഴപ്പുറ്റുകൾ, സ്രാക്കൾ, ഡോൾഫിനുകൾ. കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് പവിഴപ്പുറ്റുകൾ ആണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏത്? മലേറിയ, പ്ലേഗ്, വസൂരി, കോളറ. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് പ്ലേഗ്. പറക്കുന്ന സസ്തനി എന്നറിയപ്പെടുന്നത്? അണ്ണാൻ, തവള, വവ്വാൽ, പരുന്ത്. പറക്കുന്ന സസ്തനി എന്നറിയപ്പെടുന്നത് ഏത്? പറക്കുന്ന സസ്തനിയാണ് വവ്വാൽ. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം ഏത്? കോയമ്പത്തൂർ, അഹമ്മദാബാദ്, ചെന്നൈ, മുംബൈ.
ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരമാണ് അഹമ്മദാബാദ്. കണ്ണുനീർത്തുള്ളിയുടെ ആകൃതിയുള്ള രാജ്യം: ലക്ഷദ്വീപ്, ശ്രീലങ്ക, മൗറീഷ്യസ്, ജപ്പാൻ. കണ്ണുനീർത്തുള്ളിയുടെ ആകൃതിയുള്ള രാജ്യമാണ് ശ്രീലങ്ക. ഇന്ത്യയുടെ വൈൻ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം: ഹൈദരാബാദ്, പൂനെ, നാസിക്, ബാംഗ്ലൂർ. ഇന്ത്യയുടെ വൈൻ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരമാണ് നാസിക്. രക്തം കട്ടപിടിക്കാത്ത പാരമ്പര്യ രോഗം ഏതാണ്? ഡയബറ്റീസ്, ഹീമോഫീലിയ, ലുക്കീമിയ, അനീമിയ. രക്തം കട്ടപിടിക്കാത്ത പാരമ്പര്യ രോഗമാണ് ഹീമോഫീലിയ. ലോകത്തിന്റെ ഏകാന്തമായ ദ്വീപ് എന്നറിയപ്പെടുന്നത്: ഗ്രീൻലാൻഡ്, ട്രിസ്റ്റർഡാർ കുഞ്ഞ, മഡഗാസ്കർ, ലക്ഷദ്വീപ്. ലോകത്തിന്റെ ഏകാന്തമായ ദ്വീപ് എന്നറിയപ്പെടുന്നത് ട്രിസ്റ്റർഡാ കുഞ്ഞയാണ്. ഭൂമിയിലെ സ്വർണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം: ഗ്രാമ്പൂ, കുങ്കുമപ്പൂവ്, കുരുമുളക്, ഏലം. ഭൂമിയിലെ സ്വർണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനമാണ് കുങ്കുമപ്പൂവ്. ആകാശത്തിലെ അത്ഭുതം എന്നറിയപ്പെടുന്ന പ്രകാശ പ്രതിഭാസം: മിന്നൽ, ഉൽക്ക, അറോറ, മഴവില്ല്. ആകാശത്തിലെ അത്ഭുതം എന്നറിയപ്പെടുന്ന പ്രകാശ പ്രതിഭാസമാണ് അറോറ. ഇന്ത്യയുടെ പവർ ഹൗസ് എന്ന് വിളിക്കപ്പെടുന്ന സംസ്ഥാനം: ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട്, കേരളം. ഇന്ത്യയുടെ പവർ ഹൗസ് എന്ന് വിളിക്കപ്പെടുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ്. വിഷാദത്തിന്റെ തടാകം എന്നറിയപ്പെടുന്നത്: പുഷ്കർ തടാകം, ലോക് തടാകം, ചിലിക്ക തടാകം, വൂളാർ തടാകം. വിഷാദത്തിന്റെ തടാകം എന്നറിയപ്പെടുന്നത് ചിലിക്ക തടാകമാണ്. പറക്കുന്ന തവളകൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ വനം: ഗിർ വനങ്ങൾ, ജിം കോർബറ്റ്, പശ്ചിമഘട്ടം, സുന്ദർബൻസ്. പറക്കുന്ന തവളകൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ വനമാണ് പശ്ചിമഘട്ടം. ഇന്ത്യയുടെ സയൻസ് സിറ്റി എന്നറിയപ്പെടുന്നത്: ചെന്നൈ, മുംബൈ, കൊൽക്കത്ത, ബാംഗ്ലൂർ. ഇന്ത്യയുടെ സയൻസ് സിറ്റി എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. കണ്ണുനീർ കവാടം എന്നറിയപ്പെടുന്ന കടലിടുക്ക്: മലാക്ക, ഹോർമൂസ്, ബാബ് അൽ മന്ദബ്, പാക് കടലിടുക്ക്. ബാബ് അൽ മന്ദബാണ് ശരിയായ ഉത്തരം. കരയാൻ കഴിയാത്ത ഏക സസ്തനി ഏതാണ്? കങ്കാരു, ഒട്ടകം, തിമിംഗലം, ആന. കരയാൻ കഴിയാത്ത ഏക സസ്തനിയാണ് ഒട്ടകം. രക്തം കറക്കുന്ന കാറ്റ് എന്ന് വിളിക്കപ്പെടുന്നത്: മിസ്ട്രൽ, മാംഗോ ഷവർ, സിറോക്കോ, ലൂ. രക്തം കറക്കുന്ന കാറ്റ് എന്ന് വിളിക്കപ്പെടുന്നത് സിറോക്കോ ആണ്. ലോകത്തിലെ ഏറ്റവും മധുരമുള്ള തടാകം ഏത്? ദാൽ തടാകം, വിക്ടോറിയ തടാകം, ബൈക്കൽ തടാകം, സുപ്പീരിയർ തടാകം. ലോകത്തിലെ ഏറ്റവും മധുരമുള്ള തടാകമാണ് ബൈക്കൽ തടാകം. ആകാശത്തിലെ വെളുത്ത ആന എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിമാനം: ബോയിങ് 747, റഫാൽ, കോൺകോർഡ്, എയർ ഇന്ത്യ. ആകാശത്തിലെ വെളുത്ത ആന എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിമാനം കോൺകോർഡ് ആണ്. ഇന്ത്യയുടെ മഞ്ഞൾ നഗരം എന്നറിയപ്പെടുന്നത്: ഗുണ്ടൂർ, ചിറ്റൂർ, ഈറോഡ്, പാലക്കാട്. ഇന്ത്യയുടെ മഞ്ഞൾ നഗരം എന്നറിയപ്പെടുന്നത് ഈറോഡാണ്. കണ്ണടയ്ക്കാതെ ഉറങ്ങുന്ന ജീവി ഏതാണ്? തവള, പാമ്പ്, മുയൽ, മത്സ്യം. കണ്ണടയ്ക്കാതെ ഉറങ്ങുന്ന ജീവി ഏത്? മത്സ്യമാണ് ശരിയായ ഉത്തരം. ഇന്ത്യയുടെ വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന ധാതു: വെള്ളി, ഗ്രാഫൈറ്റ്, അയൺ പൈറൈറ്റ്സ്, മൈക്ക. ഇന്ത്യയുടെ വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന ധാതുവാണ് അയൺ പൈറൈറ്റ്സ്.
കടലിലെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ജീവി. സ്രാവ്, സീൽ, തിമിംഗലം, ഡോൾഫിൻ. കടലിലെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ജീവിയാണ് തിമിംഗലം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകം ഏത്? ശാസ്താംകോട്ട കായൽ, പാങ്ങോട്ട് കായൽ, ചോലാമു തടാകം, ദാൽ തടാകം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകമാണ് ചോലാമു തടാകം. രക്തം കൊണ്ട് എഴുതിയ വിളംബരം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? മലബാർ കലാപം, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, കുണ്ടറ വിളംബരം. ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ആസ്ട്രേലിയയിലെ ദേശീയ മൃഗം ഏത്? കാള, കടുവ, കങ്കാരു, കാട്ടുപൂച്ച. ആസ്ട്രേലിയയിലെ ദേശീയ മൃഗമാണ് കങ്കാരു. പ്രകാശത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത്? പാരീസ്, കാനഡ, സ്വീഡൻ, വെനീസ്. പ്രകാശത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് പാരീസ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? സുപ്പീരിയർ തടാകം, വോൾട്ടോ, കാസ്പിയൻ കടൽ, വിക്ടോറിയ തടാകം. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സുപ്പീരിയർ തടാകമാണ്. ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയ്ക്കും കടന്നുപോകുന്ന ഒരേയൊരു രാജ്യം ഏത്? ബ്രസീൽ, കൊളംബിയ, ഇന്തോനേഷ്യ, ഉഗാണ്ട. ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നുപോകുന്ന രാജ്യമാണ് ബ്രസീൽ. വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏവ? ഉയരം, താപം, ആർദ്രത ഇവയെല്ലാം. വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഇവയെല്ലാം. ഗാന്ധി ഓൺ നോൺ വയലൻസ് എന്ന കൃതി എഴുതിയതാര്? തോമസ് മൊർട്ടൺ, ലൂയിസ് ഫിഷർ, ജോൺ റസ്കിൻ, മഹാദേവ ദേശായി. ഈ കൃതി എഴുതിയത് തോമസ് മർട്ടൺ ആണ്. മലപ്പുറം ജില്ലയിലെ അനുഷ്ഠാന നൃത്തരൂപം ഏത്? കുതിരകളി, തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, ഒപ്പന. മലപ്പുറം ജില്ലയിലെ അനുഷ്ഠാന നൃത്തരൂപമാണ് കുതിരകളി. ലോക സംഗീത ദിനമായി ആചരിക്കുന്നതെന്ന്? ഒക്ടോബർ 1, സെപ്റ്റംബർ 1, ഏപ്രിൽ 8, മെയ് 10. ലോക സംഗീത ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 1-നാണ്. ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം കൊണ്ടുണ്ടാകുന്നതാണ് പ്രമേഹം? ആഗ്നേയ ഗ്രന്ഥി, തൈറോയ്ഡ് ഗ്രന്ഥി, കരൾ, വൃക്ക. ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം കൊണ്ടാണ്? തൈറോയ്ഡ് ഗ്രന്ഥി. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, കാർഷിക വിഭവ സമൃദ്ധി, വ്യവസായം, ജലസേചനം. പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആയിരുന്നു. തലച്ചോറിന്റെ ഏകദേശ ഭാരം എത്ര? 1000 ഗ്രാം, 1200 ഗ്രാം, 1400 ഗ്രാം, 1600 ഗ്രാം. തലച്ചോറിന്റെ ഏകദേശ ഭാരം എന്ന് പറയുന്നത് 1400 ഗ്രാം ആണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ശൃംഗ ഏത്? എവറസ്റ്റ്, ആനമുടി, ഹിമാലയം, ആരവല്ലി. ആനമുടിയാണ് ശരിയായ ഉത്തരം. വേരിൽ നിന്നും ശാഖാവേരുകൾ പുറപ്പെടുന്ന ഭാഗം ഏത്? പൈരിസൈക്കിൾ, നൈസീരിയ, ലിക്കേറിയ, സൈലം. വേരിൽ നിന്നും ശാഖാവേരുകൾ പുറപ്പെടുന്ന ഭാഗം പെരിസൈക്കിൾ എന്നറിയപ്പെടുന്നു. ഇന്ത്യ ഗവൺമെന്റ് താമര ലളിതാംബിക അന്തർജന പത്ര അവാർഡ് നൽകി ആദരിച്ച വനിതയാര്? ലളിതാംബിക അന്തർജനം, റോസമ്മ പുന്നൂസ്, അന്ന ചാണ്ടി, അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാൻ ആയിരുന്നു. രാവിലെ ഏത് ദിശയിലാണ് മഴവില്ല് കാണപ്പെടുന്നത്? കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. രാവിലെ ഏത് ദിശയിലാണ് മഴവില്ല് കാണപ്പെടുന്നത്?
പടിഞ്ഞാറ് ദിശയിലാണ്. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം ഏത്? ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന മൂലകമാണ് മെർക്കുറി. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം? പോണ്ടിച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ, ഡാമൻ ഡ്യൂ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ഡാമൻ ഡ്യൂ. ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹി, മുംബൈ, കൊൽക്കത്ത, മറാഠ. ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഡൽഹിയിലാണ്. ആദ്യ ടെക്നോവിഷൻ സിനിമ ഏത്? കുർബാനി, ഷാലിമാർ, പുണ്ടാലിക്, പുഷ്പക വിമാനം. ആദ്യ ടെക്നോവിഷൻ സിനിമയായിരുന്നു കുർബാനി. മലയാള മനോരമ പത്രം തുടങ്ങിയ വർഷം? 1888, 1889, 1890, 1891. മലയാള മനോരമ ദിനപത്രം തുടങ്ങിയ വർഷം 1888 വൈവിധ്യങ്ങളുടെ വൻകര എന്നറിയപ്പെടുന്നത്? ഏഷ്യ, യൂറോപ്പ്, ഓസ്ട്രേലിയ, തെക്കേ അമേരിക്ക. വൈവിധ്യങ്ങളുടെ വൻകര എന്നറിയപ്പെടുന്നത് ഏഷ്യയാണ്. ജർമ്മനിയുടെ പ്രധാന വിമാന സർവീസ് ഏത്? ഗരുഡ, പ്ലൂണ, ഏവിയാൻസ്, ബിമാസ്. ജർമ്മനിയുടെ പ്രധാന വിമാന സർവീസാണ് ഗരുഡ. പറക്കും സിംഗ് എന്നറിയപ്പെടുന്നത് ആര്? ബൽദേവ് സിംഗ്, മിൽഖ സിംഗ്, കമൽജിത്ത്, ഗോപിചന്ദ്. പറക്കും സിംഗ് എന്നറിയപ്പെടുന്നത് ആര്? മിൽഖ സിംഗ് ആണ് ശരിയായ ഉത്തരം. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതലുള്ള ജില്ല? മലപ്പുറം, ഇടുക്കി, വയനാട്, എറണാകുളം. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതലുള്ളത് എറണാകുളം ജില്ലയിലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധൻ? മൊറാർജി ദേശായി, മൻമോഹൻ സിംഗ്, ദാദാഭായ് നവറോജി, VKR റാവു. സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധൻ ദാദാഭായ് നവറോജി ആയിരുന്നു. തന്മാത്രകളുടെ ചലനം മൂലമുണ്ടാകുന്ന താപപ്രസരണം? ചാലനം, വികിരണം, സംവഹനം, പ്രകീർണനം. തന്മാത്രകളുടെ ചലനം മൂലമുണ്ടാകുന്ന താപപ്രസരണമാണ് സംവഹനം. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആര്? മണി മാധവ ചാക്യാർ, അമ്മന്നൂർ മാധവ ചാക്യാർ, രാമൻ ചാക്യാർ, ഗുരുമണി മാധവ ചാക്യാർ. അമ്മന്നൂർ മാധവ ചാക്യാർ ആണ്. ജീവകം ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? വന്ധ്യത, അനീമിയ, ഗോയിറ്റർ, വെള്ളപ്പാണ്ട്. ജീവകം ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. ഭാരം കൂടിയ കരളുള്ള ജീവി ഏത്? ആന, സിംഹം, പശു, പന്നി. ഭാരം കൂടിയ കരളുള്ള ജീവിയാണ് പന്നി. കാനഡയുടെ ദേശീയ മൃഗം ഏത്? പശു, ബീവർ, കരടി, ചെന്നായ. കാനഡയുടെ ദേശീയ മൃഗമാണ് ബീവർ. മനുഷ്യന്റെ ഉദ്ഭവം തുടങ്ങി അങ്ങോട്ടുള്ള വളർച്ചയുടെ പഠനത്തിന് പറയുന്ന പേര്? ആന്ത്രോപോളജി, നെഫ്രോളജി, ആൻഡ്രിയോളജി, ഈസ്ട്രോളജി. ഈ പഠനത്തിന് പറയുന്ന പേര് ആന്ത്രോപോളജി എന്നാണ്. ന്യൂറോൺ എന്നാൽ എന്ത്? മസ്തിഷ്കം, നാഡീസെല്ല്, ഉയർന്ന രക്തസമ്മർദ്ദം, അസ്ഥികൾ. ന്യൂറോൺ എന്നാൽ എന്ത്? നാഡീസെല്ലാണ്. തേനീച്ചയുടെ ആശയവിനിമയത്തിന് സഹായിക്കുന്ന രാസവസ്തു? ലൂയിഫെറിൻ, ഫ്രിയോൺ, ഫിറമോൺ, സോഡിയം സിലിക്കേറ്റ്.
തേനീച്ചയുടെ ആശയവിനിമയത്തിന് സഹായിക്കുന്ന രാസവസ്തുവാണ് ഫിറമോൺ. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. ഒ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ്, എ ഗ്രൂപ്പ്. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ്. കടന്നൽ വിഷത്തിന് ഉത്തമമായ ഔഷധം ഏത്? മുക്കുറ്റി, തുളസി, വയമ്പ്, ആടലോടകം. കടന്നൽ വിഷത്തിന് ഉത്തമമായ ഔഷധമാണ് മുക്കുറ്റി. വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? ഉത്തല ലെൻസ്, അവതല ലെൻസ്, സിലിണ്ടറിക്കൽ ലെൻസ്, കോൺവെക്സ് ലെൻസ്. വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിന് സിലിണ്ടറിക്കൽ ലെൻസാണ് ഉപയോഗിക്കുന്നത്. 3 വിരലും ഒറ്റ കുളമ്പുമുള്ള ജീവി ഏത്? ആന, സീബ്ര, ജിറാഫ്, കാണ്ടാമൃഗം. 3 വിരലും ഒറ്റ കുളമ്പുമുള്ള ജീവിയാണ് കാണ്ടാമൃഗം. കാർബണിന്റെ പ്രകാശമുള്ള രൂപം ഏതാണ്? വജ്രം, പവിഴം, മുത്ത്, സ്വർണം. കാർബണിന്റെ പ്രകാശമുള്ള രൂപമാണ് വജ്രം. ചൈന സന്ദർശിച്ച ആദ്യത്തെ യൂറോപ്യൻ ആര്? മാർക്കോ പോളോ, ഫ്രാൻസിസ് ഡേക്ക്, റൊണാൾഡ് റീഗൽ, റോബർട്ട് പോൾ. ചൈന സന്ദർശിച്ച ആദ്യത്തെ യൂറോപ്യനായിരുന്നു മാർക്കോ പോളോ. കറുപ്പ് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടനും ചൈനയും, ബ്രിട്ടനും അർജന്റീനയും, ബ്രിട്ടനും ദക്ഷിണാഫ്രിക്കയും, ബ്രിട്ടനും പാരീസും. കറുപ്പ് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടനും ചൈനയും തമ്മിലായിരുന്നു. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകം? പ്ലേറ്റ്ലെറ്റുകൾ, പോളിമർ, കൊഴുപ്പ്, ധാതുലവണം. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകമാണ് പ്ലേറ്റ്ലെറ്റുകൾ. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? രവീന്ദ്രനാഥ ടാഗോർ, സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലകൻ, ദാദാഭായി നവറോജി. സുഭാഷ് ചന്ദ്രബോസിനെ ആയിരുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് ജലം വലിച്ചെടുക്കുന്ന സസ്യം ഏത്? വാഴ, വെണ്ട, മുരിങ്ങ, ആടലോടകം. അന്തരീക്ഷത്തിൽ നിന്ന് ജലം വലിച്ചെടുക്കുന്ന സസ്യമാണ് വാഴ. ലോകസഭയിലെ ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആര്? ജോസഫ് ഫെർണാണ്ടസ്, ഫ്രാങ്ക് ആന്റണി, എൻ ഹോളി, എ.ഇ.ടി. ബാരോ. ഫ്രാങ്ക് ആന്റണിയാണ് ശരിയായ ഉത്തരം. മനുഷ്യ ഹൃദയത്തിന്റെ ഭാരം എത്ര? 150 ഗ്രാം, 200 ഗ്രാം, 280 ഗ്രാം, 300 ഗ്രാം. മനുഷ്യ ഹൃദയത്തിന്റെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം 280 ഗ്രാം ആണ്. കഥകളിയിലെ പാശ്ചാത്യർ വിശേഷിപ്പിക്കുന്ന പേര്? ടോട്ടൽ തിയേറ്റർ, ഫർലാക്ക, കലാക്ക്, മെഗാലിക്. കഥകളിയെ പാശ്ചാത്യർ വിശേഷിപ്പിക്കുന്നത് ടോട്ടൽ തിയേറ്റർ എന്നാണ്. അലൂമിനിയം സിലിക്കേറ്റ് എന്തിൻ്റെ രാസനാമമാണ്? തുരിശ്, നീറ്റുകക്ക, കുമ്മായം, കളിമണ്ണ്. അലൂമിനിയം സിലിക്കേറ്റ് എന്തിൻ്റെ രാസനാമമാണ്? കളിമണ്ണിൻ്റെ രാസനാമമാണ്. ഇന്ത്യ ആദ്യമായി അണുസ്ഫോടനം നടത്തിയ വർഷം? 1972, 1974, 1976, 1978. ഇന്ത്യ ആദ്യമായി അണുസ്ഫോടനം നടത്തിയത് 1974 ഷോളയാർ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഷോളയാർ, പാമ്പാർ, പെരിയാർ, കരമനയാർ. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഷോളയാർ നദിയിലാണ്. ഭാഭ അണുഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം? മുംബൈ, ഡൽഹി, ശ്രീനഗർ, കൽക്കട്ട. ഭാഭ അണുഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്.
പുരുഷൻ കൃസരിയിൽ തൊടുകയോ നാവിടുകയോ ചെയ്താൽ അറപ്പ് തോന്നിപ്പിക്കും. രതിസുഖം കൂടും. രതിമൂർച്ഛ വേഗത്തിൽ വികാരം ഇരട്ടിക്കും. ഇങ്ങനെ ചെയ്താൽ രതിസുഖം കൂടും.